എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ഇസ്രായേൽ യുദ്ധമുഖത്ത് വളരെ ഉഷാറായി മുന്നേറുകയാണ്. ക്രിക്കറ്റ് കളിയുടെ കമന്ററി പറയുന്നത്ര ഇൻട്രസ്റ്റോടു കൂടിയാണ് എല്ലാ യൂട്യൂബേഴ്സും ഇസ്രായേലിന്റെ മുന്നേറ്റവും ചുറ്റുംപാടും നിൽക്കുന്ന പാർട്ടികളുടെ പതനവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ന്യൂസ് ചാനലുകളും അങ്ങനെ തന്നെ വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇസ്രായേൽ നടത്തുന്ന വ്യത്യസ്ത തരം യുദ്ധ സംവിധാനങ്ങളെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിലൊന്ന് നമ്മൾ കണ്ടതാണ് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത്. പേജർ പൊട്ടിത്തെറിച്ചിട്ടായിരിക്കാം ഇറാനിലെ പഴയ പ്രസിഡന്റ് മരിച്ചുപോയത് എന്ന്, ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയത് എന്ന് ഒരു ഖ്യാതി ഇപ്പൊ എല്ലാവരും കേൾക്കുന്നത്. അതുപോലെ തന്നെ ഈ പേജറുകൾ ഇന്ന് ഉപയോഗിക്കുന്നത് തീവ്രവാദികൾ മാത്രമാണത്രേ. അവകൾ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു വലിയ അപകടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ കൊന്നുകളയുക എന്ന ദൗത്യം ഇസ്രായേൽ നിർവഹിക്കുന്നത് കണ്ട് രാജ്യമാകെ അല്പമല്ലാതെ വിരണ്ടിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ പ്രത്യേക കഴിവുകളെ കുറിച്ച് ലോകം വാഴ്ത്തിപ്പാടാൻ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട കൊലപാതകങ്ങൾ, ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ഒരാളെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അയാളെ കൃത്യമായി കൊല്ലാനുള്ള അവരുടെ മികവ്, അവരുടെ ആക്യുറസി, അതൊക്കെ ഭയങ്കര പ്രത്യേകതയായി ലോകം ഇന്ന് വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേൾക്കുവാൻ ഇടവന്നത്. അതിങ്ങനെയാണ്: 7 മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ പ്രൈമേക് ഗാർമെന്റ്സ് എന്ന സ്ഥാപനത്തിന് ഇറാഖിലെ അൽ ഫസാരിയ എന്ന വസ്ത്ര നിർമ്മാണ സ്ഥാപനത്തിൽ നിന്നും ഒരു വലിയ എൻക്വയറി ലഭിക്കുന്നു. പുരുഷന്മാരുടെ അടിവസ്ത്രത്തിന് ആണ് അന്വേഷണം വന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വിവിധ വലിപ്പത്തിലുള്ള ഏതാനും അടിവസ്ത്രങ്ങൾ സാമ്പിളായി അവർക്ക് അയച്ചു കൊടുക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഇമെയിൽ വരുന്നു: അടിവസ്ത്രം ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിന്റെ ഇലാസ്റ്റിക് അവർ ഉദ്ദേശിക്കുന്ന ഗുണനിലവാരത്തിൽ ഇല്ല. തുണിയും തുന്നലും വിലയും എല്ലാം കമ്പനിക്ക് ഇഷ്ടപ്പെട്ടതിനാൽ അവർ മറ്റൊരു ഓഫർ ബംഗ്ലാദേശിന് കമ്പനിക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു. അടിവസ്ത്രങ്ങൾക്ക് വേണ്ട ഇലാസ്റ്റിക് അവർ സപ്ലൈ ചെയ്യാം. അതിനാവട്ടെ ബംഗ്ലാദേശ് കമ്പനി സാധാരണ വാങ്ങുന്ന ഇലാസ്റ്റിക്കിനേക്കാൾ വില കുറവാണ് താനും. ബംഗ്ലാദേശ് കമ്പനിക്ക് ഇതിൽ പരം സന്തോഷം ഉണ്ടാവാനില്ല. അവർ സമ്മതിച്ചു. അങ്ങനെ പ്രൈമേക് ഗാർമെന്റ്സ് 2 മാസത്തിനകം ഒരു കണ്ടെയ്നർ അടിവസ്ത്രം ഇറാനിലേക്ക് കയറ്റി അയച്ചു. പക്ഷേ ഈ അടിവസ്ത്രം യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള, ഹമാസ് എന്നിവർക്ക് വേണ്ടി ഇറാൻ ഓർഡർ ചെയ്തതായിരുന്നു. അങ്ങനെ ഈ വസ്ത്രങ്ങൾ കൃത്യമായി ഹിസ്ബുള്ള, ഹമാസ് പ്രവർത്തകരുടെ കയ്യിലെത്തി. പക്ഷേ ഇതിനിടയ്ക്ക് നടന്ന ഇലാസ്റ്റിക് കച്ചവടം ഇറാൻ അറിഞ്ഞിരുന്നില്ല. അവരുടെ ഇമെയിൽ ചോർത്തിയ മൊസാദാണ് ഒരു ഓപ്പറേഷൻ വഴി ഇത് നടത്തിയത്. അവർ സപ്ലൈ ചെയ്ത ഇലാസ്റ്റിക്കിൽ ഡൈക്ലോറോ യുറേനിയം എന്ന വസ്തു ചേർത്തിരുന്നു. അതിന്റെ പ്രത്യേകത ഇത് ഒരു റേഡിയോ ആക്റ്റീവ് പദാർത്ഥമാണ് എന്നതാണ്. ഇത് കോർപ്പോറ കവർണോസ എന്ന പ്രത്യേകതരം കോശങ്ങളെ ടാർഗറ്റ് ചെയ്ത് റേഡിയോ ആക്ടിവിറ്റി മൂലം കരിച്ചു കളയുന്ന ഒരു പ്രത്യേകതരം റേഡിയോ ആക്റ്റീവ് പദാർത്ഥമാണ്. ചില പ്രത്യേകതരം ക്യാൻസർ കോശങ്ങളിൽ ക്യാൻസർ ബാധിച്ച കോശങ്ങളെ കരിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് നിർമ്മിക്കാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ് ഈ രാസവസ്തു. ഈ ഇലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ അടിവസ്ത്രം ധരിച്ച ഹമാസ്, ഹിസ്ബുള്ള ആളുകളുടെ കോർപ്പോറ കവർണോസ പുരുഷലിംഗത്തിൽ ഇത്തരം കോശങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ഈ കോശങ്ങൾ ചുരുങ്ങാൻ തുടങ്ങി. ആദ്യമൊന്നും അവർ ശ്രദ്ധിച്ചില്ല. എങ്കിലും 6 മാസം കൊണ്ട് മിക്ക ഹമാസ്, ഹിസ്ബുള്ള പുരുഷന്മാരുടെയും ലിംഗം ചുരുങ്ങി ഇപ്പോൾ ഒരു ഉണക്ക കാന്താരി മുളകിന്റെ വലിപ്പം മാത്രമായി. അത്രയ്ക്ക് ക്രൂരമാണ് മൊസാദിന്റെ പകവീട്ടൽ. ഇനി എങ്ങനെ വിശ്വസിച്ച് അടിവസ്ത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കും? ബംഗ്ലാദേശ് വസ്ത്രനിർമ്മാണ കമ്പനിയിൽ പ്രധാനികളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇറാനിൽ ബംഗ്ലാദേശിൽ നിന്ന് വസ്ത്രം ചെല്ലുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയിൽ, പുരുഷന്മാരുടെ ഇന്നർ വെയറുകൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഇറാനിൽ നിന്നൊരു കോള് ചെല്ലുകയും ബൾക്കായിട്ട് ഇന്നർ വെയർസ് ആവശ്യപ്പെടുകയും ചെയ്തു. അവർ കൊടുക്കാമെന്ന് പറയുന്നു. ആ എഗ്രിമെന്റിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ഇന്നർ വെയർസ് ഇഷ്ടപ്പെട്ടതായി പറയുന്നു. അതിനുശേഷം അതിന്റെ എലാസ്റ്റിക് ഉദ്ദേശിച്ച ക്വാളിറ്റി ലഭ്യമല്ല എന്നതിനെ കുറിച്ച് ഓർപ്പിക്കുന്നു. പിന്നീട് അതിന്റെ സ്റ്റാൻഡേർഡ് അവർ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഇവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് എലാസ്റ്റിക് എത്തിച്ചു തരാം, അതും നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക്. അപ്പോൾ ഈ എലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് നിങ്ങൾ തന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുമ്പോൾ ആ എഗ്രിമെന്റിൽ കൂടുതൽ കാശ് കൊടുത്തെടുക്കുന്ന കാര്യമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശ് ആ കാര്യത്തിൽ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർ ആ ഇന്നർ വെയർ ഡീലിംഗ് നടത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ മൊസാദിന്റെ ആൾക്കാര് ബംഗ്ലാദേശിന്
എലാസ്റ്റിക് കൊടുത്തിട്ട് ആ ഇലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് ഇന്നർവെയർ ഉണ്ടാക്കിപ്പിച്ച് ആ സാധനം ഇറാനിൽ കൊണ്ടുവന്ന് ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ ആൾക്കാരെ ഇടിയിപ്പിച്ചു. ഇതാണ് ഇസ്രായേൽ. ഇത് തിരിച്ചറിയാൻ നമുക്ക് ശേഷിയുണ്ടാകണം. ഈ ഇന്നർവെയറും ഇട്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറായി വന്നിരുന്ന പൗരന്മാർ നാളുകൾ ചിലത് കഴിയുമ്പോൾ അവരുടെ അരക്കെട്ടിനോട് ചേർന്ന് കിടന്നിരുന്ന ഇലാസ്റ്റിക് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഡൈക്ലോറോ യുറേനിയം എന്ന് പറഞ്ഞിട്ടൊരു രാസവസ്തു അതിൽ ചേർത്തിരുന്നു എന്നും ആ രാസവസ്തു ക്യാൻസറിന്റെ ചില കോശങ്ങളെ നശിപ്പിക്കുവാനുള്ളതാണ് എന്നും അത്തരത്തിൽ നശിപ്പിക്കപ്പെടേണ്ടുന്ന കോശങ്ങൾ പുരുഷലിംഗത്തിലുണ്ട് എന്നും അങ്ങനെ അത്തരത്തിലുള്ള ഇന്നർവെയേഴ്സ് ഉപയോഗിച്ചവരുടെ പുരുഷലിംഗത്തിലുള്ള കോശങ്ങൾ നശിക്കുകയും പിന്നീട് ഇത് ചെറിയ മുളകിന്റെ ഷേപ്പിലേക്ക് താണുപോയി എന്നുമാണ് ഇതേ റിപ്പോർട്ട് നമ്മൾ കേൾക്കുന്നത്. വാസ്തവത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്യുന്നത് ചതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇസ്രായേൽ ഒരാളെ കൊല്ലുന്നതിന് നമുക്ക് കുറ്റം പറയാനില്ല. ഇസ്രായേൽ നടത്തുന്ന മറ്റ് ചാരപ്രവർത്തികളെ നമുക്ക് ദോഷം പറയാനില്ല. പക്ഷെ ഇസ്രായേൽ ചെയ്യുന്ന ഈ പരിപാടികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന, മുഹമ്മദിന് വേണ്ടി ചാകാൻ തയ്യാറായി ചാവേർപ്പടയായി നിൽക്കുന്ന ഈ യുവാക്കളുടെ ലിംഗം ചുരുങ്ങിപ്പോകാനുള്ള പ്രക്രിയ ചെയ്തത് തീർത്തും അപലപനീയമായി പോയി. കാരണം ആകെ ഇവർ മരിക്കാൻ നിൽക്കുന്നത് ഒറ്റ പ്രതീക്ഷയിലാണ്. അവിടെ ഹൂറികളുടെ അടുക്കൽ ചെന്ന് ഉല്ലസിക്കാൻ വേണ്ടി, അറമാദിക്കാൻ വേണ്ടി. ആ ഒറ്റ പ്രത്യാശയാണ് ഈ പാവങ്ങൾക്കുള്ളത്. അങ്ങനെ ഉയർന്ന നിതംബങ്ങളും സമപ്രായക്കാരികളായ സുന്ദരിമാരും കവിഞ്ഞൊഴുകുന്ന മദ്യപ്പുഴയും ഒക്കെ സ്വപ്നം കണ്ട് ഇവിടെ മരിക്കാൻ തയ്യാറായി ചാവേറുകളായി മാറിയിരിക്കുന്ന ഈ വിവരദോഷികൾക്ക് ആകെ അത്യാവശ്യമായിട്ടുള്ളത് ഈ ലിംഗം മാത്രമാണ്. അപ്പോൾ ആ ലിംഗം നശിപ്പിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചത് തീർത്തും മനുഷ്യത്വരഹിതമായി പോയി എന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഇസ്രായേൽ മാപ്പ് ചോദിക്കേണ്ട ഒരു തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ പാവങ്ങളെ സ്വർഗത്തിൽ പോലും സമാധാനമില്ലാതെ ജീവിക്കാൻ, സ്വർഗത്തിൽ പോലും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെയുള്ള ലിംഗം ചുരുങ്ങൽ പ്രക്രിയയ്ക്കായി നൽകപ്പെട്ട ഈ നിക്കറുകൾ നിർബന്ധമായും ഇസ്രായേൽ പിൻവലിക്കണം. ഇസ്രായേൽ യുദ്ധം ചെയ്തോട്ടെ, മിസൈൽ ഇട്ടോട്ടെ, ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ പാവങ്ങളെ ഇത്തരത്തിൽ അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്ന, അവരുടെ നിത്യതയ്ക്ക് ദോഷം വരുന്ന ഇത്തരം പ്രക്രിയകൾ ഒരു രാജ്യവും ചെയ്യരുത്. ഇസ്രായേൽ അത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന നിലയിൽ ഇത്യാദി ശത്രുവിനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ യുദ്ധം ചെയ്യുന്നത് അപകടമായി പോയി, അപലപനീയമായി പോയി, പൈശാചികമായി പോയി എന്നാണ് ഇത്തരണത്തിൽ ഓർപ്പിക്കുവാനുള്ളത്. ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ ദൈവം കൊടുത്തിരിക്കുന്ന മികവുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ മുമ്പിൽ ആർക്കും ഇന്നും നിലനിൽക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ ഇസ്രായേൽ ആ ബുദ്ധി ഉപയോഗിച്ച് കാണിച്ച ഈ പരിപാടി വളരെ പ്രയാസമായി പോയി. വേദമനുസരിക്കാനും മുഹമ്മദ് പറഞ്ഞതെല്ലാം കേൾക്കാനും മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന ആ പാവങ്ങൾക്ക് സ്വർഗത്തിലേറെ ഉപയോഗമുള്ള ഈ അവയവത്തിന് കേടുവരുത്തുവാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കരുത്. ബെഞ്ചമിൻ നെതന്യാഹു മാപ്പ് പറയണമെന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.